പുരാതന കാലം മുതൽ തന്നെ ഹിന്ദു അനുഷ്ഠാനങ്ങളിൽ ഭഗവതി സേവയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ദുരിതദോഷങ്ങൾ അകറ്റി ഐശ്വര്യ സമൃദ്ധിക്കായി വീടുകളിൽ ചെയ്യുന്ന ഒരു പൂജാമാർഗമാണ് ഭഗവതി സേവ. ദേവീ കടാക്ഷം ലഭിക്കുവാനും ധന അഭിവൃദ്ധിക്കുമായി ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായ പൂജാവിധിയാണ് ഭഗവതി സേവ. ജന്മദിന നക്ഷത്രത്തിലും മറ്റ് പ്രാധാന്യമുള്ള ദിവസങ്ങളിലും ഭഗവതി സേവ നടത്തുന്നത് സർവ്വ ഐശ്വര്യകരമാണ്. പിറന്നാളിന് ഭഗവതി സേവ നടത്തിയാൽ 1 വർഷക്കാലം ധന അഭിവൃദ്ധി പ്രദാനം ചെയ്യും. ഗണപതി ഹോമം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഭഗവതി സേവയും. സാധാരണയായി പുലർക്കാലത്ത് ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും നടത്തപ്പെടുന്നു. ഉച്ചയ്ക്ക് വിഷ്ണു പൂജയും ഉൾപ്പെടുത്തി ത്രികാല പൂജയായി നടത്തുന്നതും വളരെ ശ്രേഷ്ഠകരമാണ്. ഭവനത്തിൽ വെച്ചും ക്ഷേത്രത്തിൽ വെച്ചും ഭഗവതി സേവ ചെയ്യാറുണ്ട്. വീട്ടിൽ വെച്ച് പൂജ ചെയ്യുമ്പോൾ മുന്നൊരുക്കങ്ങൾ വളരെ അത്യാവശ്യമാണ്. പൂജയുടെ തലേന്നും പിറ്റേന്നും വ്രതാനുഷ്ഠാനങ്ങൾ നടത്തണം. എല്ലാ രീതിയിലും ശുദ്ധമായിരിക്കണം. പൂജാമുറിയിലോ ഭവനത്തിൻ്റെ വടക്ക് കിഴക്ക് ഈശാന കോണിലോ പൂജയ്ക്കായി സ്ഥാനം നിർണയിച്ച് പൂജ നടത്താം. കുടുംബാംഗങ്ങളെല്ലാം പങ്കുചേർന്ന് ഭഗവതിയെ നിലവിളക്കിലോ വാൽക്കണ്ണാടിയിലോ പ്രത്യേക പീഠത്തിലോ സങ്കല്പിച്ചാണ് പൂജ നടത്തേണ്ടത്. മഞ്ഞൾപ്പൊടി കൊണ്ട് കളം വരച്ച് അവിടെ വൃത്തിയാക്കിയ നിലവിളക്ക് വെച്ച് ഈ നിലവിളക്കിലേക്ക് ദേവിയെ ആവാഹിച്ചാണ് പൂജ ആരംഭിക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുന്ന കളത്തെ പത്മം എന്നാണ് പറയുന്നത്. ദുർഗാമന്ത്രം, ത്രിപുരസുന്ദരീ മന്ത്രം, ദേവീ സൂക്തം, ദേവീ മാഹാത്മ്യത്തിലെ 11-ാം അധ്യായം എന്നിങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേവിയെ പൂജിച്ച ശേഷം ലളിതാ സഹസ്രനാമം ജപിച്ച് അർച്ചന ചെയ്താണ് പൂജ അവസാനിപ്പിക്കുന്നത്. ഒപ്പം പഞ്ചോപചാര പൂജ ചെയ്ത നിവേദ്യവും സമർപ്പിക്കണം. ചന്ദനം, തീർത്ഥം, പുഷ്പം, ഗന്ധം, ദീപം എന്നിവയുടെ കൃത്യമായ സമർപ്പണമാണ് പഞ്ചോപചാര പൂജ. ഇങ്ങനെയാണ് ഭഗവതി സേവ വളരെ ലളിതമായി നടത്തുന്നത്. ഇനി വിപുലമായി നടത്തുന്നു എങ്കിൽ ഗണപതി ഹോമത്തോടൊപ്പമോ ത്രികാല പൂജയായോ നടത്തുക. അതായത് ഉച്ചയ്ക്ക് വിഷ്ണു പൂജയും ഉൾപ്പെടുത്തി നടത്തുന്നതാണ് ത്രികാല പൂജ. ഇങ്ങനെ ചെയ്യുമ്പോൾ ശാന്തി ദുർഗാ മന്ത്രം പ്രത്യേകം ഉപയോഗിക്കണം. 3 നേരവും വ്യത്യസ്തമായ നിവേദ്യവും വേണം. രാവിലെ മഞ്ഞപ്പൊങ്കലും ഉച്ചയ്ക്ക് പാൽ പായസവും വൈകിട്ട് കടും പായസവും ആണ് നിവേദ്യങ്ങൾ. പൂവുകളിൽ താമരപ്പൂവ് നിർബന്ധമാണ്. തെച്ചിപ്പൂവ് പോലുള്ള ചുവന്ന പൂക്കൾ ധാരാളം ഉപയോഗിക്കണം. ശാന്തി ദുർഗാ മന്ത്രത്തോടൊപ്പം ഓരോ കാര്യത്തിനായി ഓരോരോ മന്ത്രങ്ങൾ പ്രത്യേകം ഉപയോഗിക്കുകയും ആവാം. മംഗല്യസിദ്ധിക്കായി സ്വയംവര മന്ത്രവും, കാര്യവിജയത്തിനായി ജയദുർഗാ മന്ത്രവും, ഭയമോചനത്തിനായി വനദുർഗാ മന്ത്രവും, ബാധാശമനത്തിനായി ആഗ്നേയ തൃഷ്ടുപ്പും ഉപയോഗിക്കാം. ലളിതാ സഹസ്രനാമം ജപിച്ച് അർച്ചന ചെയ്ത് പൂജ അവസാനിപ്പിക്കാം. പൗർണമി ദിവസം വീട്ടിൽ നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാണ്. വ്രതനിഷ്ഠയോടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് തികഞ്ഞ ഭക്തിയോടെയും അർപ്പണത്തോടെയും ലളിതാ സഹസ്രനാമം ജപിച്ച് പൂജയിൽ പങ്കെടുത്താൽ ഐശ്വര്യലബ്ധി ഉറപ്പായി ലഭിക്കുന്നതാണ്. ഗൃഹത്തിൽ വെച്ച് നടത്താൻ സാധിക്കാത്തവർക്ക് ക്ഷേത്രത്തിൽ വെച്ചും നടത്താം. ക്ഷേത്രത്തിൽ വെച്ച് നടത്തുമ്പോൾ കുടുംബസമേതം പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സൗകര്യമുള്ള ക്ഷേത്രങ്ങളിൽ വെച്ച് മാത്രം നടത്തുവാൻ ശ്രദ്ധിക്കുക. ക്ഷേത്രത്തിൽ വെച്ചും ലളിതമായും വിപുലമായും നടത്തുവാൻ സാധിക്കുന്ന ക്ഷേത്രങ്ങൾ അനവധിയുണ്ട്.